എല്ലാവർക്കും നമസ്കാരം. ബേക്കിംഗ് ഫാമിലിയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുള്ളത് പോലെ തന്നെ ബേക്കറിയിൽ ഉണ്ടാക്കുന്ന അതേ രൂപത്തിലും അതേ രുചിയിലും കൂടിയ നല്ലൊരു ബ്രെഡാണ്. ഏറ്റവും എളുപ്പത്തിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് എങ്ങനെയാണ് ഈ ബ്രെഡ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. ഞാനിവിടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ തൂക്കിയെടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ത്രാസിലാണ്. അപ്പോൾ ഇങ്ങനത്തെ ത്രാസ് നമുക്ക് ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടും. വീട്ടിലേക്ക് നമുക്ക് ബ്രെഡൊക്കെ ആവശ്യമായിട്ട് ഉണ്ടാക്കാനാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ത്രാസ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ സ്പൂണിലും അതുപോലെ മെഷർമെൻറ്റ് കപ്പിലൊക്കെ തൂക്കുന്നതിന് പകരം ഈ ത്രാസിലാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തൂക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന 400 ഗ്രാം തൂക്കം വരുന്ന ഒരു 3 ബ്രെഡിൻ്റെ അളവാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇവിടെ ഞാൻ 700 ഗ്രാം മൈദ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ലിറ്റർ വെള്ളം, ഒരു 50 ഗ്രാം ബട്ടർ അല്ലെങ്കിൽ നമുക്ക് വനസ്പതി എടുക്കാം. പിന്നെ ഫ്ലേവറിന് ഞാനിവിടെ കുറച്ച് വാനില പൗഡർ എടുത്തിട്ടുണ്ട്. ഇത് ഒരു 7 ഗ്രാം ഈസ്റ്റാണ്. അതുപോലെ തന്നെ 7 ഗ്രാം ഉപ്പ്, ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മിൽക്ക് പൗഡർ ഇവിടെ എടുത്തിട്ടുണ്ട് ടേസ്റ്റിനായിട്ട്. അതുപോലെ തന്നെ ഒരു 100 ഗ്രാം പഞ്ചസാര. ഞാൻ ഈ മൈദ ഇതുപോലെ വായ്വട്ടം കൂടി ഒരു പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൈയൊക്കെ ഉപയോഗിച്ച് കുഴയ്ക്കാനാണ് ഇതുപോലെ വട്ടമുള്ള പാത്രം എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ ഈസ്റ്റ് നമുക്ക് ഈ പൊടിയിലേക്ക് മിക്സ് ആക്കി കൊടുക്കുക. 7 ഗ്രാമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഈസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവാം. അപ്പം 7 ഗ്രാം എന്നുള്ളത് തണുപ്പ് കൂടിയ സമയങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്കത് കൂട്ടി ഒരു 10 ഗ്രാമൊക്കെ ആക്കാം. 1 കിലോ മൈദയ്ക്ക് 10 ഗ്രാം എന്ന അളവിലാണ് ഈസ്റ്റ് നമ്മൾ ഉപ്പും അതുപോലെ തന്നെ എടുക്കുക. അപ്പോൾ ഉപ്പ് ഞാനിവിടെ 7 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വാനില പൗഡർ കുറച്ചിട്ടാൽ മതി. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂണ് അത്രയും വാനില പൗഡർ ഇട്ടിട്ടുണ്ട്. ആ വാനില പൗഡറും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ടേസ്റ്റിന് നമുക്ക് മിൽക്ക് പൗഡർ ചേർക്കുന്നത്. മിൽക്ക് പൗഡർ ഞാൻ 50 ഗ്രാം എടുത്തിട്ടുണ്ട്. ആ 50 ഗ്രാം മിൽക്ക് പൗഡറും നമുക്ക് ഈ മൈദയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു 100 ഗ്രാം പഞ്ചസാരയാണ്. 1 കിലോ മൈദയ്ക്കാണെങ്കിൽ നമ്മളിവിടെ 150 ഗ്രാം പഞ്ചസാരയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 700 ഗ്രാം മൈദ ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ 100 ഗ്രാം പഞ്ചസാര ഈ മൈദയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമായ വെള്ളം എന്ന് പറഞ്ഞത് 1/2 ലിറ്റർ വെള്ളമാണ്. ഈ 1/2 ലിറ്റർ വെള്ളം ഈ മൈദയ്ക്ക് ആവശ്യമായ വെള്ളമാണ്. കറക്റ്റായി ഉണ്ടാക്കി നോക്കിയതിന് ശേഷമാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. ഇതിൽ കൂടുതൽ ഒട്ടും വെള്ളം നമ്മൾ ചേർക്കരുത്. അങ്ങനെ ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് കുറേശ്ശെയായിട്ട് ഈ മൈദ കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതെല്ലാം കൂടി അങ്ങോട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് കുറേശ്ശെയായി ഇതിലേക്ക് വെള്ളം ഒഴിച്ച്, ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കരുത്, കുറേശ്ശെയായി വെള്ളം ഒഴിച്ച് നമുക്ക് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ഈ വെള്ളത്തിന് പകരമായിട്ട് നമുക്ക് പാൽ ഉപയോഗിക്കാം ഇഷ്ടമുള്ളവർക്ക്. പിന്നെ അതേപോലെ തന്നെ വേണമെങ്കിൽ മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവില്ല. ചായയിലൊക്കെ മുക്കി ബ്രെഡ് കഴിക്കുമ്പോൾ മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് മുട്ട ഒഴിവാക്കാം. മുട്ട കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെഡിന് നല്ലൊരു ഗ്ലൈസിങ് കിട്ടും. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. ഞാനിവിടെ മുട്ട ചേർക്കുന്നില്ല, അതുപോലെ പാലും ഉപയോഗിക്കുന്നില്ല. വെറും വെള്ളത്തിൽ മാത്രമാണ് ഞാനിവിടെ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മിക്സാക്കി വെച്ചിരിക്കുന്ന മൈദ ആ പാത്രത്തിലിട്ട് തന്നെ നമുക്ക് തേച്ച് കുഴച്ചെടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ആ മിക്സിനെ ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ച് നന്നായിട്ട് ഇത് തേച്ച് കുഴച്ചെടുക്കണം. ഇതേപോലെ തേച്ച് ഇത് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പം നമ്മളിങ്ങനെ തേച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ വല്ലാതെ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കരുത്. വെള്ളം ചേർത്ത് കൊടുത്താൽ പിന്നെ പൊടി ഇടേണ്ടി വരും. പിന്നെ വീണ്ടും വെള്ളം ചേർക്കും. അങ്ങനെ ഇതിൻ്റെ കൂട്ടൊക്കെ തെറ്റിപ്പോവും. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഉള്ളോട്ട് കൈയിട്ട് വലിച്ച് ഈ മൈദ കുഴച്ച് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ബ്രെഡ് തിന്നാമെന്നൊന്നും കരുതരുത്. ഒരു 20 മിനിറ്റോളം ഇതേപോലെ തന്നെ കുഴച്ചുകൊണ്ടിരിക്കണം. കൈയൊക്കെ വേദന എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചേട്ടന്മാരോടൊക്കെ പറഞ്ഞു നോക്കാം ഒന്ന് കുഴച്ച് തരാനായിട്ട്. അപ്പം ഇതിൽ മൈദയ്ക്ക് ഒരു ടമ്പർ ഉണ്ട്. ആ ടമ്പർ ഒരു ഗ്ലൂട്ടൻ നെറ്റ്വർക്ക് എന്ന് പറയുക. അത് സ്ട്രോങ് ആവുന്നത് വരെ നമ്മളിതിങ്ങനെ കുഴച്ചുകൊണ്ടേ ഇരിക്കണം. മൈദ ഞാനിപ്പോൾ ഒരു 10 മിനിറ്റോളം ഈ മൈദ കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൈദയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ അങ്ങ് ഇട്ട് കൊടുക്കാം. ബട്ടർ മൈദയിലോട്ട് ചേർത്ത് നല്ലോണം തേച്ച് വീണ്ടും ഇതുപോലെ തന്നെ കുഴയ്ക്കാൻ തുടങ്ങണം.
ഒരു 10 മിനിറ്റും കൂടെ കഴിയുമ്പോഴേക്കും, അപ്പോൾ ടോട്ടൽ 20 മിനിറ്റ് അപ്പോഴേക്കും ഈ മൈദയുടെ ഒട്ടലൊക്കെ മാറി പിന്നെ നമുക്ക് ഇത് കുഴയ്ക്കാൻ നല്ല എളുപ്പമായിട്ട് വരും. അപ്പോൾ ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ മൈദ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള മൈദ തന്നെ നോക്കിയെടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് ഒരിക്കലും നന്നാവില്ല. അപ്പോൾ ഏകദേശം 20 മിനിറ്റോളം ഈ മൈദ നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൈദ ഒന്ന് ഷേപ്പ് ചെയ്തിടണം. അതിനായിട്ട് ഞാൻ ഈ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദപ്പൊടി അങ്ങോട്ട് തൂവി കൊടുക്കുന്നുണ്ട്. തൂവി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മൈദയെ ഇതുപോലെ എടുത്ത് ഈ മൈദപ്പൊടിയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മൈദ എങ്ങനെയാണ് ഷേപ്പാക്കി ഇടുന്നതെന്ന് കാണിച്ചു തരാം, ഇവിടെ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ നിന്നും മൈദ ഇങ്ങനെ വലിച്ചെടുത്ത് ബാക്കോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ 2 സൈഡ് കൂടി ഈ കൈയുടെ ഉള്ളിലേക്കാക്കി കൊടുത്ത് ഇത് ഒന്നുകൂടി ഇങ്ങനെ മറച്ചിടാം. മറച്ചിട്ടതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ എടുത്ത് ഇതുപോലെ തിരിച്ചിടണം. അതേപോലെ തന്നെ വീണ്ടും ഒന്നുകൂടി ഇതുപോലെ ഷേപ്പാക്കി ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ മൈദ നല്ല ഷേപ്പായിട്ട് വരും. ഇപ്പോൾ ഞാനിവിടെ അടിച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്രെഡിൻ്റെ മാവ് ഒന്ന് നന്നായിട്ട് ഇളകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു 3 ഭാഗങ്ങളായിട്ട് തുല്യമായിട്ട് വീതിച്ചിടാം. 3 ബ്രെഡാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഒരു 400 ഗ്രാം തൂക്കം വരുന്ന 3 ബ്രെഡിൻ്റെ അളവാണ് ഞാനിവിടെ കാണിച്ചത്. അപ്പോൾ ഈ ബ്രെഡിനെ ഒരു 3 ഭാഗങ്ങളായിട്ട് മാവിനെ നമ്മളിവിടെ മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള 3 മോൾഡിലേക്കാണ് ഞാൻ ഈ ബ്രെഡ് ഷേപ്പ് ചെയ്തിടാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു മോൾഡാണ് ഉള്ളതെങ്കിൽ അളവ് കുറച്ച് അതിന് ഇതിൻ്റെ ഓഫ് ഭാഗം എടുത്താൽ മതിയാവും. ഓരോ മോൾഡിലും നന്നായിട്ട് ബട്ടർ മെൽറ്റ് ചെയ്ത് തേച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ബ്രെഡ് നമ്മൾ ഊരുമ്പം ഇതിൽ നിന്ന് ഇളകി കിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ മോൾഡുകൾ നമുക്ക് പലതരത്തിലുള്ള മോൾഡുകൾ വിപണിയിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം വെച്ചാൽ അത് വാങ്ങാം. എൻ്റെ കയ്യിലിപ്പോൾ ഈ മോൾഡാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ബ്രെഡ് ഓരോന്നായിട്ട് ഷേപ്പ് ചെയ്തിടാൻ പോവുകയാണ്. മാവ് ഒന്ന് ഇളകിയതിന് ശേഷം മാത്രമേ നമ്മൾ മോൾഡിലേക്ക് ഷേപ്പ് ചെയ്തിടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ബ്രെഡ് കല്ലപ്പ് അനുഭവപ്പെടും ബ്രെഡിന്. അപ്പം നമ്മൾ ഇത് ഷേപ്പ് ചെയ്തിടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം ഇതുപോലുള്ള ഭാഗത്ത് കുറച്ച് പൊടി തൂവി കൊടുത്തതിന് ശേഷം ഇങ്ങനെ കമിഴ്ത്തിയിട്ടിരിക്കുന്ന ബ്രെഡിനെ എടുത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഈ തിരിച്ചിട്ടിട്ട് ഈ 2 ഭാഗവും വലിച്ചു പിടിച്ച് ഉള്ളിലേക്കാക്കി കൊടുത്തുകൊണ്ട് 2 പ്രാവശ്യം ഇതേപോലെ അടിച്ചെടുക്കുക. പിന്നെ ഈ ഭാഗം എടുത്ത് ഇതിൻ്റെ നടുക്കേക്ക് വെച്ച് കൊടുത്ത് വീണ്ടും ഇതേപോലെ ഒന്ന് അടിച്ചെടുത്ത് വീണ്ടും ഒന്നുകൂടി തിരിച്ച് ഈ ഭാഗം ഈ ഉള്ളിലേക്കാക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ ടൈറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ മോൾഡിൻ്റെ അതേ നീളത്തിലെത്തിയിട്ട് ഈ ബ്രെഡിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ അത് പെട്ടെന്ന് മനസ്സിലാവില്ല. ഒരു പ്രാവശ്യം കൂടി ഞാൻ കാണിച്ചു തരാം. ബ്രെഡിനെ ഇതുപോലെ ഈ മാവ് എടുത്ത് ഇങ്ങോട്ട് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം 2 ഭാഗവും ഉള്ളിലോട്ടാക്കി നന്നായിട്ട് കൈയിൻ്റെ ഈ ഭാഗം വെച്ച് നന്നായിട്ട് അടിച്ചു കൊടുക്കുക. വീണ്ടും ഇതേപോലെ മടക്കി ഉള്ളിലോട്ട് കൊടുത്ത് വീണ്ടും ഒന്നുകൂടി അടിച്ചു കൊടുക്കുക. അടിക്കുന്നത് നമ്മൾ ഈ ബ്രെഡ് ടൈറ്റ് ആവാൻ വേണ്ടിയാണ്. ടൈറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ ബ്രെഡിന് നല്ലൊരു തിക്നെസ് വരുള്ളൂ. അപ്പം വീണ്ടും ഒന്നുകൂടി ഇങ്ങനെ മടക്കിയതിന് ശേഷം ഈ ഭാഗം നമ്മുടെ ഉള്ളിലോട്ട് വെച്ച് ഇങ്ങനെ കൊടുത്ത് ഇതേപോലെ ടൈറ്റാക്കി എടുക്കണം. അങ്ങനെ ഇത്രയും നീളത്തിലായി ഈ മോൾഡിൻ്റെ അതേ നീളം ഈ ബ്രെഡ് വന്നതിന് ശേഷം നമുക്ക് ഈ പീസിനെ എടുത്ത് അച്ചിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ 3 പീസും ഞാൻ മോൾഡിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു 3/4 മണിക്കൂർ നേരം, കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് തണുപ്പാണെങ്കിൽ ഏകദേശം 1 മണിക്കൂറൊക്കെ ആവും ഇത് പൊന്തി വരാൻ. അങ്ങനെ ഈ മോൾഡിൻ്റെ ഒരു 3/4 അച്ച് എത്തുന്നത് വരെ ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പം ഇതുപോലത്തെ ഒരു മൂടി എടുത്ത് നമുക്ക് ഇതിനെ ഒന്ന് മൂടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് അവിടെ പൊന്തി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അതിന് 10 മിനിറ്റ് ഞാനിവിടെ ടൈം വെച്ചിട്ടുണ്ട്. അതുപോലെ അടിയിലും മുകളിലുള്ള കോയിന് ഒരേപോലെ ചൂടാകുന്ന തരത്തിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 180 ഡിഗ്രി സെൽഷ്യസിൽ ചൂട് കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, നമ്മളുടെ ബ്രെഡ് 3/4 അച്ച് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരിക്കലും ബ്രെഡ് മുകൾ ഭാഗത്തെയും പൊന്തി പോവരുത്. ഈ 3/4 അച്ചിൽ ഇനി നമ്മൾ ഓവനിൽ വെച്ച് കഴിയുമ്പം ഈ ബ്രെഡിൻ്റെ യഥാർത്ഥ ഹൈറ്റിലേക്ക് ഈ ബ്രെഡ് വരും. അപ്പോൾ ബ്രെഡ് എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ സാവധാനം മാത്രമേ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ എയറാണ്. പെട്ടെന്ന് ആ ബ്രെഡ് അതേപോലെ തന്നെ ഇരുന്ന് പോകും. ഇനി നമുക്ക് ഈ ബ്രെഡിനെ നമ്മൾ പ്രീഹീറ്റായ ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ ഓവൻ ഇവിടെ പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ അച്ചും എടുത്ത് ഇതുപോലെ ഈ റാക്കിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ 3 അച്ച് ഇവിടെ ഉള്ളത് കൊണ്ട്
ഓരോ അച്ചും അകലം വിട്ട് വേണം നമുക്ക് വെക്കാൻ. എന്താണെന്ന് വെച്ചാൽ സൈഡിൽ കളറ് നല്ലതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അകത്തി വെക്കുന്നത്. ഒരച്ച് മാത്രമാണെങ്കിൽ നമുക്കതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഈ ബ്രെഡിന് നമുക്ക് മൂടി കൊടുക്കണം. അപ്പോൾ ഒരു ടോപ്പ് എടുത്ത് നമുക്ക് ബ്രെഡിനെ ഒന്ന് മൂടി കൊടുക്കാം. ഇനി ഓവൻ മൂടിയതിന് ശേഷം നമുക്ക് ടൈം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 35 മിനിറ്റാണ് ഞാൻ ഒരു ബ്രെഡ് വേവാനായിട്ടുള്ള ടൈം എടുത്തിരിക്കുന്നത്. 35 മിനിറ്റ് നമ്മൾ ടൈം ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബ്രെഡ് ഒന്ന് തുറന്ന് നോക്കാം. ഇനി ബ്രെഡ് ആവാൻ ഇവിടെ ഒരു 10 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. ആ സമയത്ത് ഏകദേശം കളറായോ എന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ ടോപ്പ് നമുക്ക് ഇതുപോലെ ഒന്ന് എടുത്തു നോക്കാം. അപ്പം ഇതാ ബ്രെഡ് ആയി വരുന്നുണ്ട്. അപ്പം കറക്റ്റ് ബ്രെഡിൻ്റെ കളർ ആയിട്ടില്ല. അപ്പോൾ ഒന്നുകൂടി ഈ ടോപ്പ് ഇതുപോലെ തന്നെ അടച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ ബ്രെഡ് ഇവിടെ ആയിട്ടുണ്ട്. അപ്പം ഈ ബ്രെഡ് ഇറക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് ഞാൻ ഇതിൻ്റെ മുകളിലുള്ള ടോപ്പ് ഒന്ന് അഴിച്ചു വെച്ചു. ആ ടോപ്പ് അഴിച്ചു വെച്ചതിന് കാരണം ഈ സൈഡ് ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് കളർ അടിച്ച് വരണം. അതപ്പോൾ ടോപ്പ് ഇട്ട് വെച്ചിരിക്കുമ്പോൾ ആ കളറ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് 5 മിനിറ്റ് മുമ്പ് ടോപ്പ് അഴിച്ചു വെച്ചു. അപ്പോൾ എല്ലാ ഭാഗത്തും ഇപ്പം നോക്കിക്കോ ഒരേപോലെ കണ്ടോ കളർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഇവിടെ ഈ മോൾഡിൽ നിന്ന് നമുക്ക് പതുക്കെ എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ എല്ലാ ഭാഗവും ഒരേപോലെ ഗോൾഡൻ കളറായിട്ട് നമ്മുടെ ബ്രെഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം യാതൊരു പ്രിസർവേറ്റീവ്സും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തോടെ കൊടുക്കാൻ പറ്റും. 3 ദിവസം മാത്രമേ ഇതിൻ്റെ കാലാവധിയുള്ളൂ. കെമിക്കൽസ് ഒന്നും ചേർക്കാത്ത ബ്രെഡ് ആയതുകൊണ്ട് 3 ദിവസമാണ് നമ്മളിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതേപോലെ ഈ ബ്രെഡ് നമുക്ക് ഇപ്പം മുറിച്ചാൽ നന്നായിട്ട് സ്ലൈസ് ചെയ്ത് കിട്ടില്ല. അപ്പം നാളെ രാവിലെ നന്നായിട്ട് തണിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നാളെ മുറിക്കുകയാണെങ്കിൽ നല്ല സ്ലൈസായിട്ട് ഈ ബ്രെഡ് കിട്ടും. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഇവിടെ നന്നായിട്ട് തണിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ അരിഞ്ഞരിഞ്ഞ് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പം നമ്മളിവിടെ ബ്രെഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ബ്രെഡ് ജാമോ ബട്ടറോ എന്താ ഇഷ്ടമുള്ളത് ചേർത്ത് കഴിക്കാം. ഞങ്ങളിവിടെ ജാമാണ് ചേർക്കുന്നത്. അപ്പം നല്ല ഭംഗിയായിട്ട് നല്ല തിക്കോട് കൂടി നമുക്കിവിടെ ബ്രെഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡ് ജാമ് തേച്ച് ഈ ബ്രെഡ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഞാനിത് ഏട്ടന് കൊടുക്കുന്നുണ്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട്. ഇതാ കഴിച്ച് നോക്ക്. എങ്ങനെയുണ്ട് ഏട്ടാ ബ്രെഡ്? കുഴപ്പമില്ല, നല്ല തിക്കുണ്ട്. നല്ല തിക്കും നല്ല സോഫ്റ്റും ഉണ്ട്. കുഴപ്പമില്ല, നല്ല. അപ്പോൾ എല്ലാവരും ബ്രെഡ് വീട്ടിലുണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.